ഇന്ന് മുതൽ നമ്മളൊരു യാത്ര പോവാണ്. അബ്രോഡ് MBBSനെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്ര. ആദ്യം നമ്മൾ പോകുന്നത് ഉസ്ബെക്കിസ്ഥാനിലേക്കാണ്. ഞാൻ രാവിലെ 3 മണിക്കാണ് ഉസ്ബെക്കിസ്ഥാനിൽ എത്തുന്നത്. സാധാരണ ഒരു ഫ്ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഈ പാസഞ്ചർ പിടിച്ച് ഫ്ലൈറ്റുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഡയറക്റ്റ് എയർപോർട്ടിലേക്കാണല്ലോ പോവാം. ചില സമയങ്ങളിൽ ഫ്ലൈറ്റ് കുറച്ച് ദൂരമാണ് നിർത്തുന്നത്. നമ്മൾ ബസ്സിൽ വേണം എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് കുറച്ച് ദൂരെയായിരുന്നു നിർത്തിയത്. അങ്ങനെ ഈ ഫ്ലൈറ്റിൻ്റെ ഡോറ് തുറന്ന് ഞാൻ ഉസ്ബെക്കിസ്ഥാനിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര തണുപ്പ്. അതായത് നമ്മൾ ഇവിടുന്ന് പോകുന്നത് ഒരു 25-28 ഡിഗ്രി സെൽഷ്യസിലാണല്ലോ. അവിടെ എത്തിയപ്പോൾ -6 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റി. ഭയങ്കര ഒരു തണുപ്പ്, ഒരു ഫ്രീസർ കയറുന്ന പോലെ. ഞാനാണെങ്കിൽ ഒരു ജാക്കറ്റ് മാത്രം ഇട്ടുണ്ടായിരുന്നു. എൻ്റെ വായിൽ നിന്നൊക്കെ പുക വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ബസ് കയറിയിട്ട് എയർപോർട്ടിലേക്ക് പോയി. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഡോളറാണ് കൊണ്ടുപോയത്. അത് ഞാൻ മാറ്റിയിട്ട് സോമാക്കി. ഓൾമോസ്റ്റ് ഗൂഗിൾ റേറ്റ് തന്നെയാണ് എനിക്ക് സോം കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു സിം എടുക്കാനുള്ള ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ സിം എടുത്ത്. സാധാരണ കുട്ടികളോട് സിം എടുക്കാറില്ല. കാര്യം ഹോസ്റ്റലിലേക്ക് പോയി അവിടുത്തെ റേഞ്ചും അതേപോലെ തന്നെ താരിഫൊക്കെ നോക്കിയിട്ടാണ് സിം എടുക്കാറുള്ളത്. എന്നിട്ട് ഞാൻ യാണ്ടെക്സിൽ ഹോട്ടലിലേക്ക് പോകാനുള്ള ടാക്സി ബുക്ക് ചെയ്തു. ഈ യാണ്ടെക്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ ഒലയും ഉബറൊക്കെ പോലുള്ള ഒരു ആപ്പാണ്. അങ്ങനെ രാവിലെ 4:30 ഞാൻ ഹോട്ടലിൽ എത്തുന്നത്. എനിക്ക് അധികം സമയം ഉണ്ടായിരുന്നില്ല. കാര്യം രാവിലെ തന്നെ യൂണിവേഴ്സിറ്റി കാണാൻ പോകണല്ലോ. പെട്ടെന്ന് ഞാൻ കിടന്നു. അങ്ങനെ രാവിലെ 9 മണിക്ക് തന്നെ ഞാൻ യൂണിവേഴ്സിറ്റി കാണാൻ വേണ്ടി ഇറങ്ങി. ഇന്നെൻ്റെ കൂടെ വരുന്നത് തഷ്കന്തിൽ പഠിക്കുന്ന ഹിമയും ഷെസിയാണ്. ഇന്ന് തഷ്കന്ത് മെഡിക്കൽ അക്കാഡമി ഒന്ന് കാണാമെന്നുള്ള രീതിയിൽ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി യൂണിവേഴ്സിറ്റിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി അടുത്ത് തന്നെയാണ് നമ്മുടെ ഹോട്ടലും അതുപോലെ തന്നെ ഹോസ്റ്റലും എല്ലാം ഉള്ളത്. ഇപ്പോൾ പേരൻസൊക്കെ വരികയാണെങ്കിൽ ഹോസ്റ്റലിൻ്റെ നേരെ മുന്നേ തന്നെ ഹോട്ടലുണ്ട്. നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഹോട്ടലും ഹോസ്റ്റലൊക്കെ ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് ഡിസ്റ്റൻസ് മാത്രമാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളൂ. നമുക്ക് നടന്നു പോകാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ എത്താനായി. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ എത്തിയ ശേഷം യൂണിവേഴ്സിറ്റിയുടെ ഇൻഫ്രയും അതുപോലെ തന്നെ ക്ലാസ് റൂംസും അവിടെ ലാബ് ഫെസിലിറ്റീസും അവർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അതേപോലെ തന്നെ അവിടെയുള്ള ഫുഡ്, അതായത് അവർക്ക് കഴിക്കാൻ പറ്റിയ കഫറ്റീരിയ ഏരിയകളും ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് കാണാം. നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസിലാണുള്ളത്. പക്ഷെ അത് പൂട്ടിയിട്ടേക്കാണ്. അതെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അവിടുത്തെ റെക്ടേഴ്സും അതുപോലെ തന്നെ പ്രൊഫസേഴ്സും VIP ഗസ്റ്റുകളൊക്കെ മാത്രമാണ് അതിൽ വരുന്നത്. ഈ കുട്ടികളെല്ലാവരും ഈ ബേക്ക് എൻട്രൻസിലൂടെയാണ് കയറുന്നത് എന്നുള്ളത്. എൻട്രൻസിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ സൈഡിൽ തന്നെ കാണുന്നത് അവരുടെ ഔട്ടർ കഫ്റ്റീരിയാണ്. അതായത് പുറത്തുനിന്ന് കഴിക്കാൻ പറ്റുന്നത് 2 കഫ്റ്റീരിയ ഉണ്ട്. ഒന്ന് ഉള്ളിലും ഒന്നിൽ പുറത്തുമാണ്. അപ്പോൾ ഇവിടെയാണ് ഔട്ടർ കഫ്റ്റീരിയ ഉള്ളത്. പിന്നെ നമ്മളിതിലേക്ക് നടന്നു പോയിട്ടാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുക. അപ്പോൾ ഇവിടെയൊക്കെ സീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം സീറ്റൊക്കെ ഒഴിവാക്കി മഞ്ഞായതുകൊണ്ട് ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. അതേപോലെ അപ്പുറം ഒരു എൻട്രൻസ് ഉണ്ട്. അപ്പോൾ സാധാരണ കുട്ടികൾ അപ്പുറത്തുള്ള എൻട്രൻസിലൂടെയാണ് കയറാറുള്ളത്. പിന്നെ ക്യാമ്പസ് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് കുറച്ച് വെള്ളം അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇന്ന് തണുപ്പുണ്ട്. ഓൾമോസ്റ്റ് ഒരു 3 ഡിഗ്രി സെൽഷ്യസ് ആണ് തണുപ്പുള്ളത്. തഷ്കന്ത് മെഡിക്കൽ യൂണിവേഴ്സിറ്റിൻ്റെ പുതിയ ക്യാമ്പസാണ്. മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്ക് പഴയ ക്യാമ്പസ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അവർ പുതിയതായിട്ട് ബിൽഡ് ചെയ്തേക്കുന്ന ക്യാമ്പസാണ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ് അവിടെ. അങ്ങനെ ഞാൻ നേരെ നോക്കിയ സമയത്ത് അവിടെ ഒരു ഫ്രീ സ്പേസ് ഉണ്ട്. ആ ഫ്രീ സ്പേസിലേക്ക് പോയപ്പോഴാണ് എനിക്ക് ഈ ഒരു ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ ശരിക്കും മനസ്സിലാവുന്നത്. ഈ ബിൽഡിംഗ് ശരിക്കും നമ്മുടെ നാട്ടിൽ 4 കെട്ടില്ലേ, അതായത് 4 ഭാഗത്തും ബിൽഡിംഗ് ആയിട്ട് നടുവിൽ ഒരു ഒഴിവ് സ്ഥലം പോലെ അതുപോലൊരു സ്ട്രക്ചറാണ്. അതായത് 4 ഭാഗത്തും 7 നില ബിൽഡിംഗ് ആണ്, നടുവിലൊരു കോട്ടയാണ്, ഒരു ഫ്രീ സ്പേസ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് നോക്കുന്നവരെ ശരിക്കും നമുക്ക് 4 ഭാഗവും യൂണിവേഴ്സിറ്റി കാണായിരുന്നു. ഈ ഒരു ബിൽഡിംഗിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ അവരുടെ റിസപ്ഷനും ലിഫ്റ്റും അതുപോലെ തന്നെ ഒരു കഫറ്റീരിയ ഒക്കെ പോലുള്ള സാധനങ്ങളായിരുന്നു. ഫസ്റ്റ് ഫ്ലോർ മുതൽ 6ാമത്തെ ഫ്ലോർ വരെയാണ് ഇവിടുത്തെ ക്ലാസ്, ലൈബ്രറി, ലബോറട്ടറി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളത്. ശരി, ഇവിടെ നിങ്ങൾ ഫുഡ് ഇവിടുന്ന് കഴിക്കാറാണോ ചെയ്യാറുള്ളത്? നമ്മൾ അധികം ഇവിടെ തന്നെ കഴിക്കാറാണ്. കാരണം ക്ലാസ് ആയിട്ട് കുറച്ചും കൂടി അടുത്ത് വരുന്നത് ഇതാണ്. അപ്പൊ ഞാൻ രാവിലെ തന്നെ അവർ യൂണിവേഴ്സിറ്റി കാണാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് അവർ ഫുഡൊന്നും കഴിക്കാതെ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ യൂണിവേഴ്സിറ്റിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ കഫ്റ്റീരിയയിൽ ഫുഡ് കഴിക്കുക എന്നുള്ള രീതിയിൽ ഉള്ളിലേക്ക് പോയി. ഉള്ളിൽ നോക്കുന്ന സമയത്ത് അവിടെ കംപ്ലീറ്റ് ഉസ്ബെക്കി ഫുഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇതൊക്കെ തന്നെയാണ് കഴിക്കാറുള്ളത്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡാന്നുള്ളത്. നോക്കിയ സമയത്ത് അവിടെ ഉരുളക്കിഴങ്ങിന്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് ബീഫൊക്കെ കിട്ടി. ഇവർ ഉരുളക്കിഴങ്ങിന് ഈ കർത്തോഷ്ക എന്ന് പറയും, അങ്ങനെ എന്തോ പേരാണ് അതിന്. അതുപോലെ തന്നെ ഒരു നൂഡിൽസ് പോലുള്ള വേറെ ഐറ്റം ഉണ്ടായിരുന്നു. അതിന് ലെഗ്മെൻ എന്നായിരുന്നു ഒരു പേര് പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ ലെഗ്മെനും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിന്റെ ആ ഒരു സാധനം, പിന്നെ ഒരു മക്രോണി പോലുള്ള ഒരു സാധനം ഉണ്ട്, അതും കൂടെ ഓർഡർ ചെയ്തു. പിന്നെ സമൂസ ഉണ്ടായിരുന്നു അവിടെ. സമൂസ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സമൂസന്റെ അതേ രൂപമാണ്, ത്രികോണം പോലെ. പക്ഷെ അതിന്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ പപ്സ് പോലെയാണ്. ഉള്ളിൽ ചിക്കൻ പുഴുങ്ങിയിട്ടാണ് അവർ വെക്കുന്നത്. അപ്പൊ അതിന് വേറൊരു ടേസ്റ്റ് ആണ്. അതും കൂടെ ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അതും കഴിച്ച് പുറത്തിറങ്ങി. ഇതാണ് ക്ലാസ് റൂമിലേക്ക് എൻ്റർ ചെയ്യാനുള്ള എൻട്രൻസ്. അതായത് നമ്മൾ കയറി വന്നതിന്റെ തൊട്ട് സൈഡിൽ കൂടെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഉള്ളിലൂടെ വേണമെങ്കിൽ സ്റ്റെയർ എടുത്തിട്ടും പോകാം. ലിഫ്റ്റ് അവൈലബിൾ ആണ്, ലിഫ്റ്റിലൂടെയും പോകാം. ഇവിടെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ക്യാബുകളാണ്. ഇപ്പോൾ കുട്ടികൾക്ക് സമാധാനത്തോടെ പീസ്ഫുള്ളായിട്ട് ഇരുന്നിട്ട് പഠിക്കണമെങ്കിൽ ഈ ഒരു ട്യൂബുകൾ യൂസ് ചെയ്യാം. എന്നിട്ട് ലിഫ്റ്റ് കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി. ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് അവരുടെ ക്ലാസ് റൂംസ് ആയിരുന്നു. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റും കണക്റ്റഡ് ആയിട്ടായിരുന്നു. ഇത് അനാട്ടമി ഡിപ്പാർട്ട്മെന്റ്. നേരെ പോകുന്നത് അനാട്ടമി ഡിപ്പാർട്ട്മെന്റിലോട്ടാണ്. ഓക്കെ, ഇവിടെ വേറെയും ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ക്ലാസ്സുകളൊക്കെ ഉണ്ട് സൈഡിലൊക്കെ. ഇതെന്താ സൈഡിലുള്ളത്? സ്റ്റാഫ് റൂം.
സ്റ്റാഫ് റൂമാണ് വൈവൊക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വൈവയ്ക്കൊക്കെ ഇങ്ങോട്ടാ വരിക. അങ്ങനെ ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു സർജറി ലാബ് ഉണ്ട്. സർജറി ലാബ് കയറിയ സമയത്ത് അവിടെ ഒരു ഹ്യൂമൻ മാൻകിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തൊട്ട് നോക്കിയ സമയത്ത് അത് സിലിക്കൺ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അതായത് ശരിക്ക് നമ്മുടെ ശരീരം നമ്മുടെ കയ്യിൽ എങ്ങനെ തൊടുന്നു അതേപോലെ ഉണ്ടായിരുന്നു അതിന് തൊടുന്ന സമയത്ത്. അതായത് അവർ ഈ സ്വീച്ചറിങ്ങും അതേപോലെ തന്നെ ഈ സർജറി ഒക്കെ പഠിക്കുന്നത് ഇതുപോലെ എക്യുപ്മെന്റ്സിലാണ്. അതായത് നമ്മൾ ഒരു ശരിക്കും ഒരു മനുഷ്യൻ ഇപ്പൊ CPR കൊടുക്കുന്ന സമയത്തൊക്കെ ഒരു മനുഷ്യന് CPR കൊടുക്കുന്നത് പോലെ കുട്ടിക്ക് ഫീൽ ചെയ്യും. പിന്നെ അതേപോലെ കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് കടാവർ ഉണ്ടോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനിൽ കടാവർ ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള പോലെ എക്സ്പെക്ട് ചെയ്തത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഒരു ഫുൾ കടാവർ ബോഡി തന്നിട്ട് നമ്മൾ അത് ഡൈസെക്ട് ചെയ്തിട്ട് അതിന്റെ ഓരോ പാർട്സും കണ്ടു പഠിക്കുകയാണ്. പക്ഷെ അതുപോലെയല്ല ഉസ്ബെക്കിസ്ഥാനിൽ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഇല്ല, തേർഡ് ഇയർ ഒക്കെ ആകുന്ന സമയത്ത് ഡൈസെക്റ്റഡ് പാർട്സ് ആണ് തരുന്നത്. ഈ ഡൈസെക്റ്റഡ് പാർട്സ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളിപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി ഡിഫൻസിൽ ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫ്ലോറിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് എൻ്റർ ചെയ്ത് ആ ഫ്ലോർ ചുറ്റി നടന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലിഫ്റ്റിലാണ്, അടുത്ത ഫ്ലോറിലേക്ക് പോവാണ്. അങ്ങനെ ഓരോരോ ഫ്ലോറായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഓരോ ഫ്ലോറിലെത്തുന്ന സമയത്തും ടീച്ചേഴ്സും അതേപോലെ തന്നെ സ്റ്റുഡൻസൊക്കെ അവരുടെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവർ വല്ലാതെ ചിരിച്ച് നമ്മളെ വെൽക്കം ചെയ്യുന്ന രീതിയിലാണുള്ളത്. ഇവിടെ യൂണിവേഴ്സിറ്റിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, കണ്ടാലറിയാം. ഇപ്പോൾ ഉള്ളത് ഉസ്ബെക്കിസ്ഥാനിലാണ് എഴുതിയിരിക്കുന്നത്. എല്ലാ ബോർഡുകളും ഉസ്ബെക്കിസ്ഥാനിൽ തന്നെയാണ്. ഇംഗ്ലീഷിൽ കുറവാണ്, ബോർഡുകളും കാര്യങ്ങളൊക്കെ കുറവാണ്. പക്ഷേ ഇവിടെ ക്ലാസ് എടുക്കുന്നത് കംപ്ലീറ്റ് ഇംഗ്ലീഷിലാണ്. കാര്യം ഇൻ്റർനാഷണൽ ബാച്ചും ഉസ്ബെക്കിസ്ഥാനി ബാച്ചും ഡിഫറൻ്റ് ആണ്. ഉസ്ബെക്കിസ്ഥാനി ബാച്ചിന് ഉസ്ബെക്കിസ്ഥാനിലും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുക്കുന്നത്. ഇവിടെയുള്ള ക്ലാസിൻ്റെ രീതി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റർലി ഡിഫറൻ്റ് ആണ്. ഇവിടെ മാത്രമല്ല, ഓൾമോസ്റ്റ് അബ്രോഡ് കൺട്രീസിലെല്ലാം ഇങ്ങനെ തന്നെയാണ്. അതായത് ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് അവർ തലേന്ന് പറഞ്ഞു തരും, അതല്ലെങ്കിൽ വാട്സപ്പിലോ ടെലഗ്രാമിലോ അയച്ചു തരും. ഈ ടോപ്പിക്ക് പഠിച്ചിട്ട് വേണം നമ്മൾ ക്ലാസ്സിൽ വരണമെങ്കിൽ. ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടോപ്പിക്കുകൾ ഓരോരുത്തരായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ ടീച്ചർ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് അവർ ക്ലാസ്സിലെ മാർക്ക് ഇടുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ ടീച്ചറോട് ചോദിക്കാം. ചില ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് PPT വെച്ചിട്ടോ അല്ലെങ്കിൽ ബോർഡിലോ ക്ലാസ് എടുക്കുകയും ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ടോപ്പിക്ക് തന്നിട്ടാണ് നമ്മൾ ക്ലാസ് പിരിയുന്നത്. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ്, ബോർഡിൽ ക്ലാസ് എടുക്കും, നമ്മളത് എഴുതിയെടുക്കും, ചിലപ്പോൾ ഹോംവർക്ക് ഉണ്ടാവും, പിറ്റേന്ന് പിന്നെയും വരുന്നത് ബോർഡിൽ ക്ലാസ് എടുക്കുന്നത്, നമ്മൾ എഴുതിയെടുക്കുന്നത്, പിന്നെ എക്സാം അടുപ്പിച്ച് നമ്മളെല്ലാം ഒന്നിച്ചു കൂടി പഠിക്കുന്നത്. ഈ ഒരു രീതിയല്ലേ. പക്ഷെ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽ അവർ തരും, ഡെയിലി നമ്മൾ പഠിച്ചിട്ട് പോകണം. അതായത് എക്സാം അടുത്ത് നമുക്ക് വലിയൊരു ഹെഡേക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഫെയിൽ ആവുന്നതിന്റെ എണ്ണം കുറവാണ്. ഇറ്റ്സ് ക്ലോസ്ഡ് റൈറ്റ്. ഇത് ബയോളജി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ബയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ലബോറട്ടറിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ലബോറട്ടറിയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലൂടെ ഇങ്ങനെ നടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. കെമിസ്ട്രി, അതേപോലെ തന്നെ ബയോളജി, അതേപോലെ തന്നെ ഫിസിയോളജി, അനാട്ടമി, ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ സ്റ്റുഡൻസ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലാസ് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയതുകൊണ്ട് പുറത്ത് നടക്കുന്നതൊന്നും ഉള്ളിൽ അറിയുന്നില്ല, കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. പിന്നെ അതേപോലെ തന്നെ ക്ലാസ് റൂംസ് എല്ലാം ഹീറ്റഡ് ആണ്. ഇവിടെ കംപ്ലീറ്റ്ലി ഹീറ്റഡ് ആണ്. നമ്മൾ അടുത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിയേക്കാണ്. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് ലൈറ്റിംഗ് ആണ്. നമ്മൾ നടക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഓൺ ആവും. ക്ലാസ് റൂമിൽ ക്ലാസ് നടക്കാത്ത സമയത്ത് ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെയറും കാര്യങ്ങളൊക്കെ മുകളിലേക്ക് എടുത്ത് വെക്കും. ഇപ്പോൾ ക്ലാസ് റൂമാണ്. ക്ലാസ് റൂമിൽ ഇപ്പോൾ ക്ലാസ് ഇല്ല, ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇതുപോലെ LCD സ്ക്രീനിലാണ് ഇവിടെ ക്ലാസ് എടുക്കാറുള്ളത്. LCD സ്ക്രീൻ ഉണ്ടാവും. അതേപോലെ തന്നെ വൈറ്റ് ബോർഡ് അതിൻ്റെ തൊട്ട് ബേക്കിലുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ലെക്ചർ ഹാളിലാണ്. അപ്പോൾ ലെക്ചർ ഹാൾ എന്ന് പറയുമ്പോൾ കുറച്ച് വലുതായിരിക്കും. കാര്യം 3-4 ഗ്രൂപ്പുകൾ ഒന്നിച്ചിട്ട് ഒരു ക്ലാസ് ഒന്നിച്ചിട്ടാണ് ലെക്ചർ ഹാളിൽ ക്ലാസ് നടക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ക്ലാസ് നടന്ന് കഴിഞ്ഞതിന് ശേഷം കുട്ടികളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ഇത് പറഞ്ഞ പോലെ തന്നെ LCD സ്ക്രീൻ ഉണ്ടാവും. PPTയിലൂടെയും അതേപോലെ തന്നെ കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. പിന്നെ തഷ്കന്ത് യൂണിവേഴ്സിറ്റിയിലുള്ള എക്സാമിനേഷൻ എങ്ങനെയാണ്, അതേപോലെ തന്നെ ഇവിടെയുള്ള മാർക്കിംഗ് സിസ്റ്റം എങ്ങനെയാണ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് വീഡിയോ, തഷ്കന്തിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ തഷ്കന്തിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു യൂണിവേഴ്സിറ്റി എക്സ്പ്ലോറിംഗ് ആണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ ഓരോ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഈ ഒരു വീഡിയോ. അതൊക്കെ അനാട്ടമിയുടെ ക്ലാസ്സുകളാണ്, ബോൺസ് ഒക്കെ ഉള്ളത്. അപ്പോൾ അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇതിപ്പം അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയാലും ശരി, ബയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയാലും കെമിസ്ട്രിയിൽ കയറിയാലും എല്ലാത്തിലും ഒരേ ഇൻഫ്ലോ തന്നെയാണ്. അതുകൊണ്ട് ക്ലാസ്സിലോ കാര്യങ്ങളോ ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ ഞാനിങ്ങനെ ഓരോ ക്ലാസ്സുകൾ കണ്ടു നടക്കുന്ന സമയത്ത് ഒരു ക്ലാസ്സിൽ ടീച്ചർ കണ്ടു. അവിടെയുള്ള ടീച്ചറുമായിട്ട് സംസാരിച്ചതാണ്. പക്ഷേ ഇത് ഉസ്ബെക്കിസ്ഥാനി സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്ന ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് തീരെ അറിയില്ല. അപ്പോൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്ത് ഞങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ചോദിച്ചതാണ്. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെയുണ്ട്, അവരുടെ പെരുമാറ്റം എങ്ങനെയുണ്ട്. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് തീരെ ഗ്രേറ്റ് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ്. അതായത് ടീച്ചേഴ്സിനെ കാണുന്ന സമയത്ത് അവർ ഗ്രീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നിങ്ങളെന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് കുട്ടികൾ വരുന്ന സമയത്ത് മിണ്ടാതെ സൈലൻ്റായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ടീച്ചറാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവർ തിരിച്ചൊരു ഹലോ പറയുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മൾ കാണുമ്പോൾ തന്നെ ചിരിക്കുക, ഹലോ പറയുക, ഹായ് പറയുക, ആ രീതിയിൽ ഭയങ്കര ഗ്രീറ്റിംഗ് ആണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്, നമ്മളോടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻസിന് നമുക്ക് ആ ഒരു ശീലമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതാണ് ടീച്ചർ പറഞ്ഞത്, ഇന്ത്യൻസിന് ഗ്രീറ്റ് ചെയ്യാൻ
പിന്നെ എന്താണ് പരിചയം കുറവാണെന്നുള്ളത്. ശരിക്കും ടീച്ചേഴ്സും സ്റ്റുഡൻസ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ റഷ്യൻ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അവരെ സ്കീയിങ് ചെയ്യാൻ കൊണ്ടുവന്നു. സ്കീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മഞ്ഞിൽ കമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഊരുന്നില്ല, ആ ഒരു ആക്ടിവിറ്റിയാണ്. അതേപോലെ തന്നെ സ്റ്റുഡൻസ് ഹോസ്റ്റലിൽ നിന്ന് കേരള ബിരിയാണി അല്ലെങ്കിൽ ഇന്ത്യൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ട് ടീച്ചേഴ്സിന് കൊണ്ട് കൊടുക്കും. ടീച്ചേഴ്സ് പുലാവ് ഉണ്ടാക്കിയിട്ട് കുട്ടിയെ കൊണ്ട് കൊടുക്കും. ഇങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ തന്നെ ഞാനിങ്ങനെ ഓരോ ഫ്ലോറിലൂടെ നടക്കുന്ന സമയത്ത് ക്ലാസ്സിന് കുട്ടികൾ കൈ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളോട് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ത്യൻസ്. സംഭവം കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ്. ഞാനിവിടെ കുട്ടികളോട് സംസാരിച്ച സമയത്ത് ഇവിടെ തഷ്കന്തിൽ വന്നേക്കുന്ന നമ്മുടെ കുട്ടികളെല്ലാം ഹാപ്പിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എക്സ്പെക്ട് ചെയ്ത രീതിയിലൊരു ക്യാമ്പസ് ഉണ്ട്. ഫസ്റ്റ് ഇയർ തന്നെ അവർക്ക് ക്ലിനിക്കൽസ് കിട്ടിയിട്ടുണ്ട്. ടീച്ചേഴ്സിൻ്റെ ബിഹേവിയർ ഒക്കെ നല്ലതാണ്. അപ്പോൾ അത് മാത്രമല്ല അവർക്ക് പഠിക്കാനുള്ള എല്ലാ ഹെൽപ്പുകളും ടീച്ചേഴ്സ് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും കൺവീനിയൻ്റാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കംഫർട്ടബിൾ ആയതുകൊണ്ട് നമ്മുടെ വന്ന കുട്ടികളെല്ലാം നല്ല രീതിയിൽ പോസിറ്റീവ് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഞാൻ നടന്ന് 5th ഫ്ലോറിലെത്തിയ സമയത്ത് താഴോട്ട് നോക്കിയപ്പോൾ അവിടെ ഗ്രൗണ്ട് കാണുന്നത്, അതായത് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ട്, അതേപോലെ തന്നെ ഒരു റണ്ണിങ് ട്രാക്ക് ഉണ്ടായിരുന്നു, ക്രിക്കറ്റ് കളിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അതായത് കുട്ടിയൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനുള്ള എല്ലാ സൗകര്യങ്ങളും ആ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ ചെറിയൊരു ജിം ഉണ്ട്. വലിയ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ല, കുറച്ച് എക്യുപ്മെന്റ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ കുറെ മലയാളികൾ അവിടെ വർക്കൗട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അടങ്ങിയ വലിയൊരു ക്യാമ്പസ് ആണ് ഈ തഷ്കന്ത് മെഡിക്കൽ അക്കാഡമി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ക്യാമറയും അതേപോലെ തന്നെ ട്രൈപ്പോഡും അതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബാഗിൽ അതുകൊണ്ട് അപ്പോൾ ആ വെയിറ്റ് കൊടുത്തിട്ടാണ് നടക്കുന്നത്. ഒരുപാട് ദൂരമുണ്ട്. ക്യാമ്പസ് ആണെങ്കിൽ ചുറ്റി നടന്ന് കാണാൻ ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഫ്ലോറിലൂടെ നടക്കണം. 7 ഫ്ലോറുള്ള ഒരു ബിൽഡിംഗ് ആണിത്. അപ്പോൾ 7 ഫ്ലോറും ചുറ്റി കറങ്ങുമ്പോഴേക്കും ചിലപ്പോൾ ഞാൻ ക്ഷീണിച്ചു പോകും. അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റി ഫുള്ളായിട്ട് ചുറ്റിക്കറങ്ങി കണ്ടു. ഈ സ്റ്റിമുലേഷൻ സെൻ്ററുകളും ലാബുകളും അതുപോലെ CPR, ECG, സ്വിച്ചറിങ് ഇതൊക്കെ ചെയ്യാനുള്ള എക്യുപ്മെന്റ്സും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ കീ ഹോൾ സർജറി പഠിക്കുന്നതും ഇമ്മ്യൂണോളജി ചെക്ക് ചെയ്യുന്നതൊക്കെ അഡ്വാൻസ്ഡ് ഡിവൈസുകളൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ഓൾമോസ്റ്റ് എല്ലാ ഫ്ലോറും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ പുറത്തിറങ്ങുകയാണ്. നമ്മൾ കയറി അതേ വഴിയിൽ തന്നെ പുറത്തിറങ്ങുകയാണ്. ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു സ്റ്റുഡൻറ്റിനെ മീറ്റ് ചെയ്തു. അപ്പോൾ കുട്ടി ഉക്രൈനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്താണ്. ഞാൻ ചോദിച്ചു യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ട്, യൂണിവേഴ്സിറ്റി ഇഷ്ടപ്പെടുമെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഞാൻ കണ്ടേക്കുന്ന ഏറ്റവും നല്ല കാര്യം റേസിസ് ഇല്ല എന്നാണ്. ഉക്രൈനിൽ ഭയങ്കര റേസിസ് ആണ്. ആ ഒരു സാധനം ഇവിടെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു മനസ്സമാധാനത്തിലൂടെ നിൽക്കാനും അതേപോലെ തന്നെ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ ഒരു സന്തോഷമുണ്ട്. പഠിക്കാൻ ഓക്കെയാണ്, ക്ലിനിക്കൽസ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് എന്നുള്ളതാണ് ആ ഒരു സ്റ്റുഡൻറ്റ് ഒപ്പീനിയൻ പറഞ്ഞത്. അവന് ഫേസ് കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വീഡിയോയിൽ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മെയിൻ ബിൽഡിംഗ് ഒക്കെ മുഴുവൻ കണ്ട് പുറത്തിറങ്ങുമ്പോഴേക്കും ഓൾമോസ്റ്റ് വൈകുന്നേരം 3 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്തുള്ള കഫ്തീരിയ ഉണ്ടല്ലോ അവിടുന്ന് ഫുഡ് കഴിക്കാന്നുള്ള രീതിയിൽ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ കഫ്തീരിയൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കുന്ന സമയത്ത് അവിടെയുള്ളത് ഉസ്ബെക്കി ഫുഡുകൾ തന്നെയാണ്. അവിടെ മെയിൻ ആയിട്ടുള്ളത് ഈ ബിഷ് കേക്ക്, അതേപോലെ തന്നെ ഈ കർത്തോഷ്ക, ഞാൻ നേരത്തെ പറഞ്ഞു ഉരുളക്കിഴങ്ങിൻ്റെ ബീഫ് ഇട്ട ഒരു സാധനം അതൊക്കെയാണ്. അപ്പം ഞാൻ ഒരു സമൂസ എടുത്തു. സമൂസേൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ 5000 സോമാണ്. 5000 സോം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പീസിലേക്ക് വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 37 രൂപേൻ്റെ അടുത്ത് വരും. അങ്ങനെ ഞാൻ ഈ സമൂസയും ചായയൊക്കെ എടുത്ത് ബില്ലിലേക്ക് എത്തിയപ്പോൾ അവരെന്നെ കണ്ടപ്പോൾ ചോദിച്ചു ഇന്ത്യൻ ആണോ. ഞാൻ ഇന്ത്യൻ ആണെന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു അമിതാഭ് ബച്ചൻ എങ്ങനെയുണ്ട്, അമിതാഭ് ബച്ചൻ ജീവിച്ചിരിപ്പുണ്ടോ, ഷെഹ്റൂഖ് ഖാൻ എങ്ങനെയുണ്ട്. ഷെഹ്റൂഖ് ഖാൻ എന്ന് പറഞ്ഞാൽ ഷാരൂഖ് ഖാനെയാണ് ചോദിക്കുന്നത്. ഷെഹ്റൂഖ് ഖാൻ എങ്ങനെയുണ്ട്. എല്ലാവരെയും അതായത് സിനിമാ നടന്മാരൊക്കെ അവർക്ക് അറിയാം. അവരിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ക്യാമറ കണ്ടപ്പോൾ അവർ ക്യാമറ വാങ്ങിക്കൊണ്ടുപോയിട്ട് ഉള്ളിലൊക്കെ ഷൂട്ട് ചെയ്തു. എന്നിട്ട് അവിടെ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. അവർ നമ്മൾ ഈ സിന്ദൂരം തൊടൂല്ലേ അതിന് പകരമായിട്ട് സോസ് കൈവിലെടുത്ത് തൊട്ട് കൊടുത്തു. എന്നിട്ട് ഒരു കടുകോ അങ്ങനെ എന്തോ ഒരു സാധനം എടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞെടുത്തു. അപ്പോൾ ഇതിങ്ങനെ അവർ ശരിക്കും നമ്മളെ കളിയാക്കില്ല, അവർ നമ്മുടെ ഇഷ്ടം കൊണ്ടാണ്. അതായത് ഇവർ ഭയങ്കര നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളവർ വല്ലാതെ ഗ്രീറ്റ് ചെയ്യും. അതായത് ഇവർക്ക് അറിയുന്നത് ഇപ്പോൾ കണ്ടില്ലേ, അതായത് ഇന്ത്യൻ ആക്ടേഴ്സ്. ഇവിടെ ഞാൻ ചാനലൊക്കെ വെച്ച സമയത്ത് ഇവിടെയുള്ള സിനിമകളൊക്കെ ഇന്ത്യൻ സിനിമകൾ ഉസ്ബെക്കിസ്ഥാനിലേക്ക് ഡബ് ചെയ്തേക്കാണ്. അതായത് ഞാൻ വന്ന് ആദ്യം തന്നെ ചാനൽ ഓണാക്കിയ സമയത്ത് കണ്ടത് ക്രിഷാണ് സിനിമ. അപ്പോൾ ക്രിഷ് ഉസ്ബെക്കിസ്ഥാനിലേക്ക് ഡബ് ചെയ്തേക്കാണ്. അപ്പോൾ അതേപോലെ ഇവർക്ക് ഇന്ത്യൻ ആക്ടേഴ്സിന് ഓൾമോസ്റ്റ് എല്ലാവരെയും അറിയാം. അങ്ങനെ ഞാൻ കഫറ്റീരിയയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് യൂണിവേഴ്സിറ്റിൻ്റെ ബാക്ക് എൻട്രൻസിലൂടെ പുറത്തിറങ്ങി. ഞാൻ യൂണിവേഴ്സിറ്റിൻ്റെ ഔട്ടറിലൂടെ നടന്നിട്ട് യൂണിവേഴ്സിറ്റിൻ്റെ പുറത്താണ് ഹോസ്പിറ്റൽസും പിന്നെ അതേപോലെ തന്നെ വേറെ സെമിനാർ ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കൊന്ന് നടക്കുകയാണ്. പിന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ നമ്മൾ കണ്ടില്ലേ സ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ എന്നൊക്കെ ഇതിൻ്റെ പേരിൻ്റെയൊക്കെ അവസാനം സ്ഥാൻ വന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഹിന്ദുസ്ഥാൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ സ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹായ്. Hello bro, how are you? അപ്പോൾ ഈ സ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യൻസ് സോവിയറ്റ് യൂണിയൻ ഭരിക്കുന്നതിന് മുന്നേ, അതായത് അമീർ തുമിറിൻ്റെ ഒക്കെ മുന്നേ പേർഷ്യൻസ് ആയിരുന്നു. പേർഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇറാനിയൻസ് ആയിരുന്നു ഈ ഉസ്ബെക്കിസ്ഥാൻ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇറാനിയൻ ലാംഗ്വേജ് ആണ് ഉസ്ബെക്കിസ്ഥാനിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇറാനിയൻ ലാംഗ്വേജിൽ സ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ് എന്നാണ് അർത്ഥം.
അപ്പോൾ ഈ പ്ലേസ് എന്ന് പറയുന്ന ഉസ്ബെക്കിസ്ഥാൻ ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള പേര് വന്നത്. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ മെയിൻ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഈ മെയിൻ ബിൽഡിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവരുടെ ക്ലിനിക്കൽസിന്റെ ബിൽഡിംഗ്. അതായത് മെയിൻ ബിൽഡിങ്ങിന്റെ മുന്നിൽ ഒരു റോഡ് ഉണ്ട്, ആ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ അത് കാണാമെന്നുള്ള രീതിയിൽ ഞാൻ അങ്ങോട്ടേക്ക് പോയി. ആ ഒരു കോമ്പൗണ്ടിലേക്ക് കയറിയ സമയത്ത് അവിടെ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ കുറെ ചെടികളും പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ക്ലിനിക്കൽ കോമ്പൗണ്ടിലൂടെ നടക്കുമ്പോൾ ആദ്യം കണ്ടത് പീഡിയാട്രിക്സിന്റെ ബിൽഡിംഗ് ആണ്. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കി, നോക്കുമ്പം പേഷ്യൻസ് ഒക്കെ കുറവാണ്. അപ്പോൾ ഞാൻ കുട്ടികളോട് ചോദിച്ചു നോക്കി, സാധാരണ ഇങ്ങനെ തന്നെയാണോ അല്ലെങ്കിൽ ഇന്നെന്തെങ്കിലും പ്രത്യേകത ഉള്ളതുകൊണ്ടാണോ എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ക്രിസ്മസ് വെക്കേഷൻ ആണ്, അതുകൊണ്ട് ഓൾമോസ്റ്റ് ഡോക്ടേഴ്സൊക്കെ ലീവാണ്, അതുകൊണ്ടാണ് പേഷ്യൻസ് ഇല്ലാത്തത്, അല്ലെങ്കിൽ നല്ല തിരക്കുണ്ടാവും എന്നുള്ളത്. ഇവിടെ ടോട്ടൽ 12 ഹോസ്പിറ്റലുകളാണുള്ളത്. അപ്പോൾ ഓരോന്നിനും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ 12 ഹോസ്പിറ്റലിലേക്കും പോവാം. ഇതാണ് ജനറൽ മെഡിസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മളിപ്പോൾ പീഡിയാട്രിക്സ് നേരെ കയറി ജനറൽ മെഡിസിനിലേക്ക് വന്നതാണ്. പുറത്തിറങ്ങേണ്ട കാര്യമില്ല, ഉള്ളിൽ കൂടി തന്നെ നമുക്ക് ഓരോ ഹോസ്പിറ്റൽസിലേക്ക് പോകാൻ പറ്റും. സ്റ്റഡിങ് okay in Tashkent Medical Academy. Okay Uzbekistani. Okay fine, bye. അങ്ങനെ ഞാൻ കുട്ടികളോടൊപ്പം ആ ക്ലിനിക്കൽ ബിൽഡിങ്ങിലൂടെ നടക്കുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു ഇവിടുത്തെ ക്ലിനിക്കൽസ് എങ്ങനെയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല രീതിയിൽ ക്ലിനിക്കൽ ഇട്ടുണ്ട്. കാര്യം ഫസ്റ്റ് ഇയർ മുതൽ അവർക്ക് ക്ലിനിക്കൽസിന് കൊണ്ടുപോകുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഇയർ തന്നെ പേഷ്യൻസിന്റെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്നതും അതേപോലെ തന്നെ ഹിസ്റ്ററി നോക്കുന്നതൊക്കെ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്ക് സർജറി കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാറുണ്ട്. ഓരോ സ്റ്റുഡൻസും 1-2 വട്ടമൊക്കെ സർജറി കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അവർ ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് സെമ്മിലാണ്. അതായത് ക്ലിനിക്കൽസിന് നല്ല രീതിയിൽ അവിടെ പ്രയോറിറ്റി അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ തേർഡ് ഇയറിലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണമെന്നുള്ള കുട്ടികൾക്ക് നൈറ്റ് ഡ്യൂട്ടി എടുത്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നോർമലി അവർക്ക് ക്ലിനിക്കൽസ് ഉണ്ടാവും, അതല്ലാത്ത എക്സ്ട്രാ നൈറ്റ് ഡ്യൂട്ടി എടുത്തിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ നമ്മൾ പോകുന്നത് സർജറി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. നമ്മളിപ്പോൾ പീഡിയാട്രിക്സും ജനറൽ മെഡിസിനും എമർജൻസി മെഡിസിനൊക്കെ കഴിഞ്ഞ് അടുത്ത പോകുന്നത് സർജറി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ഇവിടെ നമ്മളിപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ മലബാർ മെഡിക്കൽ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിറയെ അവിടെ രോഗികളായിരിക്കും. പക്ഷേ ഇവിടെ അത്രമാത്രം രോഗികളില്ല, കുറവാണ്. പക്ഷേ അവർക്ക് ഉള്ള രോഗികളിൽ ക്ലിനിക്കൽസ് ബെറ്റർ ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് സ്റ്റുഡൻസ് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള ഒരു സിറ്റിയാണ് തഷ്കന്ത്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിനിക്കൽസ് അവിടെ നല്ല രീതിയിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഞാനിങ്ങനെ ക്ലിനിക്കൽസ് ഒക്കെ കംപ്ലീറ്റ് കണ്ട് പുറത്തിറങ്ങി. പക്ഷേ എല്ലാ ഭാഗവും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാര്യം പല സ്ഥലങ്ങളിൽ രോഗികളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു ഷൂട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്നുള്ള രീതിയിൽ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റിന്റെ ക്ലിനിക്കൽ ബിൽഡിങ്ങും അതുപോലെ മെയിൻ ബിൽഡിങ്ങും ലാംഗ്വേജ് ബിൽഡിങ്ങും എല്ലാം കണ്ടു. അപ്പോൾ കണ്ടതിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറുള്ള യൂണിവേഴ്സിറ്റിയാണ് തഷ്കന്ത് യൂണിവേഴ്സിറ്റി. ഉസ്ബെക്കിസ്ഥാനിലുള്ള ബാക്കിയുള്ള സിറ്റികൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് തഷ്കന്ത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. കാരണം എന്താ വെച്ചാൽ തഷ്കന്ത് ക്യാപിറ്റൽ സിറ്റിയാണ്, അതുകൊണ്ട് കുറച്ച് എക്സ്പെൻസ് ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളെ ഇന്ത്യയിൽ ഡൽഹി ആണെങ്കിൽ ഡൽഹി കുറച്ച് എക്സ്പെൻസ് കൂടുതലല്ലേ, അതുപോലെ തന്നെ ക്യാപിറ്റൽ ആയതിന്റെ ബെനിഫിറ്റ് അവിടെ ഉണ്ട്. ബാക്കിയുള്ള സിറ്റികളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് തഷ്കന്തിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. എന്നാലും ഉസ്ബെക്കിസ്ഥാനിലുള്ള ബാക്കിയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും കണ്ട് മനസ്സിലാക്കിയതിന്റെ ബേസിൽ എനിക്ക് തോന്നുന്നത് ഉസ്ബെക്കിസ്ഥാനിൽ നമുക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി തഷ്കന്ത് തന്നെയാണെന്നുള്ളതാണ്. ഇതിപ്പോ ക്ലിനിക്കൽസോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനോ മാത്രം എടുത്തുകൊണ്ട് പറയല്ല, എല്ലാ കാര്യങ്ങളും എടുത്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് തഷ്കന്ത് യൂണിവേഴ്സിറ്റി തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ മെല്ലെ ഈ ഹോട്ടലും ഹോസ്റ്റലൊക്കെ ഷിഫോക്കോളാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത്. ആ ഒരു സ്ഥലത്തേക്ക് നടന്നു. ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ് ഒക്കെ നടക്കാനുള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പള്ളിയിലാണ് വെള്ളിയാഴ്ച കുട്ടികളൊക്കെ ജുമുഅ നിസ്കരിക്കാറുള്ളത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കടകളിലും കാര്യങ്ങളൊക്കെ കയറി മെല്ലെ നടന്നിട്ട് ഹോസ്റ്റലിന്റെ അടുത്തെത്തുമ്പോഴേക്കും ഓൾമോസ്റ്റ് 6 മണിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുട്ടികളോട് വെച്ച് നൈറ്റ് ഫുഡ് എടുത്ത് കഴിക്കാൻ. അപ്പോൾ അവർ പറഞ്ഞു ഹോസ്റ്റലിന്റെ തൊട്ടടുത്ത് ഒരു ബ്രോസ്റ്ററിന്റെ കട ഉണ്ട്, അവിടെ നല്ല ബ്രോസ്റ്റർ കിട്ടും. അങ്ങനെ ഞങ്ങൾ ബ്രോസ്റ്ററിന്റെ കടയിലേക്ക് പോയി. ഭയങ്കര റേറ്റ് കുറവായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചിട്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 900 രൂപന്റെ അടുത്ത് അങ്ങനെ വന്നിട്ടുള്ളൂ. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുട്ടികളെല്ലാവരും ഹോസ്റ്റലിലേക്ക് പോയി. ഞാൻ നേരെ ഹോട്ടലിലേക്ക് വന്ന്. ഇന്ന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഞാൻ നേരെ കിടന്നു. നാളെ എനിക്ക് തഷ്കന്ത് യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റൽ കാണാൻ പോകാനുള്ളതാണ്. ഹോസ്റ്റലാണ് തഷ്കന്ത് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എല്ലാവരും പറയാറുള്ളത്.